ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ആരംഭിച്ച കാവൽ മാടമാണ് ഒറ്റശേഖരമംഗലം ഔട്ട് പോസ്റ്റായി മാറിയതും പിൽക്കാലം ആര്യങ്കോട് പോലീസ് സ്റ്റേഷനായി രൂപാന്തരം കൊണ്ടതും. കൊല്ലവർഷം 1108 പഞ്ചായത്ത് പ്രദേശത്ത് ഭീകരമായ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പടർന്നു പിടിച്ച മാരകമായ മലമ്പനിയിൽ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അക്കാലത്ത് രോഗപേടിയിൽ സർവസ്വത്വം ഉപേക്ഷിച്ച് നാടുവിട്ട കുടുംബങ്ങൾ ധാരാളം ഉണ്ടായിരുന്നതായി കാരണവന്മാരുടെ വായ്മൊഴി. വെള്ളപ്പൊക്കം ഉണ്ടായ മലമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊയിന വെള്ളമാണ് ഈ പനിക്കാരൊക്കെ കൊടുക്കണതെന്ന്. ദുരിതമറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളും അമ്മ മഹാറാണിയും വൈദ്യസംഘത്തോടൊപ്പം ആര്യങ്കോട് എത്തുകയും മലമ്പനിയുടെ പ്രതിരോധ മരുന്നായ കൊയിനയും ആഹാരങ്ങളും വസ്ത്രങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തു. കൊട്ടാരം വക കാറിലെത്തിയ മഹാരാജാവ് ആര്യങ്കോട്ടെ ഗതാഗത സൗകര്യക്കുറവിൽ വിഷമിതനായിരുന്നു. ജനങ്ങളുടെ ആവശ്യപ്രകാരം അക്കാലത്ത് കാട്ടുപാതയായിരുന്ന ഒറ്റശേഖരമംഗലം ചെമ്പൂര് വെള്ളറട റോഡ് വെട്ടി ഗതാഗത യോഗ്യമാക്കാൻ മുട്ടിയറ ഭാഗ്യനാഥൻ നാടാർക്ക് മഹാരാജാവ് കൽപ്പന കൊടുത്തു. രാജകൽപ്പനയാൽ നിർമ്മിച്ച റോഡാണ് ഭാഗ്യനാഥൻ റോഡെന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന ഇന്നത്തെ ചെമ്പൂര് വെള്ളറട റോഡ്. കൊല്ലവർഷം 1018 AN സത്യനേശൻ മുതലാളിയുടെ കരിഗ്യാസ് 8 സീറ്റ് വണ്ടി നെയ്യാറ്റിങ്കര നിന്ന് ആര്യങ്കോട്ടേക്ക് ആദ്യ ബസ് സർവീസ് ആരംഭിച്ചു. കുറിച്ചാണ് പറയുകയാണെങ്കിൽ ചെറിയ വണ്ടിയാണ്. ഓണർ ആണ് അതിൻ്റെ ആൾ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ അഴിയടിച്ച ട്രാൻസ്പോർട്ട് പോലെ തന്നെ അഴിയടിച്ച് കൂടാരം പോലത്തെ വണ്ടിയാണ്. അത് നിന്ന് പോയാൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ഒരു കമ്പി കൊണ്ട് കറക്കിയാണ് സ്റ്റാർട്ട് ചെയ്ത്. വലിയ ഹാണ് ഇങ്ങനെ ഹാണൊക്കെയാണ്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷിയും മാട് വളർത്തലുമായിരുന്നു ഇന്നാട്ടിലെ ജനങ്ങളുടെ പരമ്പരാഗത തൊഴിൽ. ആര്യങ്കോട് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ മൈലച്ചലും കീഴാരൂറും പ്രൈമറി വിദ്യാലയങ്ങൾ ആരംഭിച്ചിരുന്നു. മൈലച്ചൽ കാഞ്ഞില കുടുംബക്കാരുടെ അധീനതയിൽ നടത്തപ്പെട്ടിരുന്ന കുടിപ്പള്ളിക്കൂടമാണ് കാലാന്തരത്തിൽ മൈലച്ചൽ ഹൈസ്കൂളായി മാറിയത്. 1876 മൈലച്ചൽ പ്രദേശത്തെ കാഞ്ഞില കുടുംബം ദാനമായി നൽകിയ സ്ഥലത്ത് ഒരു കുടിപ്പള്ളിക്കൂടം തുടങ്ങി. 1889 തിരുവിതാംകൂർ സർക്കാർ ഈ വിദ്യാലയം ഏറ്റെടുത്തു. 1962 വരെ LP സ്കൂളായി പ്രവർത്തിച്ചു. പിന്നീട് UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുകയും 1976-77 അധ്യയന വർഷത്തിൽ ഹൈസ്കൂളായി മാറുകയും ചെയ്തു. അക്കാലത്ത് പഴമ കൊണ്ട് നെയ്യാറ്റിങ്കര താലൂക്കിലെ രണ്ടാമത്തെ വിദ്യാലയമായിരുന്നു മൈലച്ചൽ സ്കൂൾ. ക്രിസ്ത്യൻ മിഷണറിമാർ ചെമ്പൂർ LMS പള്ളിയിൽ ആരംഭിച്ച മലയാളം സ്കൂളാണ് പിൽക്കാലത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളായി ഉയർത്തിയത്. പുരാതന കാലം മുതൽ തന്നെ രാജകുടുംബവുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ.
വിവിധ ജാതി മതവിഭാഗങ്ങൾ ഒരുമയോടും സൗഹൃദത്തോടും സാഹോദര്യത്തോടും കഴിയുന്ന പ്രകൃതി മനോഹരമായ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക്.